ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്ന് ഭയങ്കര മഴയും തണുപ്പുമൊക്കെ ആയിരുന്നു. അത് കാരണം എങ്ങും പുറത്തൊന്നും പോയില്ല. ഇന്നത്തെ വീട്ടിലെ കുക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അല്ലാതെ കുറച്ച് വിശേഷങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആയിട്ട് എല്ലാവരും ഇന്ന് അവരവരുടെ ഫാദറിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഓർക്കണം, അവരാണ് നമ്മളെ കൈപിടിച്ചുയർത്തി വളർത്തി വലുതാക്കി നമ്മളെ ജീവിതം കരിപ്പിടിപ്പിച്ച് തരുന്നതിന് ഒരു മുഖ്യ പങ്ക് നമ്മുടെ അച്ഛന്മാർക്കാണ്. അമ്മമാർ വളർത്തുമെങ്കിലും നല്ല റെസ്പോൺസിബിലിറ്റിയാണ് ഇത്. നല്ല പേഴ്സണായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യുന്ന അച്ഛന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾ ഈ അവരുടെ കർത്തവ്യങ്ങളൊന്നും ചെയ്യാതെ കുഞ്ഞുങ്ങളെയും വൈഫിനെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ചില ടീംസുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നല്ല ഫാദറിൻ്റെ കാര്യമാണ് പറയുന്നത്. എല്ലാ കുട്ടികളും അവരവരുടെ അച്ഛനെ നല്ലതുപോലെ റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർന്ന് വലുതാകുമ്പോൾ നല്ലൊരു പേഴ്സണായി നമ്മുടെ പേരൻസിനെ നല്ല ഭംഗിയായിട്ട് നോക്കണം. അവരെ നല്ലതുപോലെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളെ വളർത്തി വലുതാക്കുന്നത് അതിന് നല്ല കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അവരെ നല്ല ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് ജീവിതത്തിൽ നല്ല നല്ല ഫലങ്ങൾ കിട്ടും. നമ്മൾ നല്ല സ്ഥാനങ്ങളിലെത്തും. നല്ല ഗുരുത്വം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ ഉയർന്നു തന്നെ വരും. ഇന്നത്തെ നീറ്റ് പരീക്ഷയിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ നല്ല വിജയം കൈവരിച്ചു. പാലായിൽ നിന്ന് പാസ്സായ കുട്ടികളും പിന്നെ സാധാരണ 1ാം റാങ്ക് മേടിച്ച കൊച്ചിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കൊച്ചാണ്. അതിൻ്റെ ഹാർഡ് വർക്ക് 12 മണിക്കൂറാണത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എന്തും വേണ്ടി എഫർട്ട് എടുത്ത് 1ാം റാങ്ക്. അപ്പോൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇഷ്ടം പോലെ ക്യാഷ് മുടക്കി ഓരോയിടത്ത് പഠിക്കാൻ പോയാലും ഇല്ലെങ്കിലും പഠിച്ചുയരുന്നവർ പഠിച്ചുയരും. ചില കുട്ടികൾ അങ്ങനെയാണ്, അവരത്ര മിടുക്കരായിരിക്കും, നല്ല പഠിപ്പിസ്റ്റ് കുട്ടികളാണ്. അങ്ങനത്തെ മൈൻഡ് എല്ലാ കുട്ടികൾക്കും കാണത്തില്ല. ചിലവർ ഉളപ്പാസായിരിക്കും, എന്നാൽ നല്ലതുപോലെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തേ പറ്റുമെന്നുള്ള ചിന്താഗതിയുള്ള ചില കുട്ടികളുണ്ട്. അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവർ എല്ലാ രംഗത്തും ഒന്നാമനായി തന്നെ തുടരും. അത് ഒരു ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു ദൈവാധീനമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തോന്നണം, നമുക്ക് പഠിക്കണമെന്ന് തോന്നണം. അങ്ങനെ തോന്നിയാലേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നീറ്റ് പരീക്ഷയിൽ നല്ല വിജയം കൈവരിച്ച എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. എല്ലാവരും നല്ല ഉയരങ്ങളിലെത്തട്ടെ. ഇത്രയും നല്ല സ്കോർ ചെയ്ത് വന്ന കൂട്ടുകാർ അന്നേരം എല്ലാവരെയും ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും അന്നേരം ഇന്ന് അവരവരെ അച്ഛന്മാരെ പ്രത്യേക പരിഗണന കൊടുത്ത് അവർ പറയുന്നതെല്ലാം ചെയ്ത് അവരെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് രണ്ടുപേരെയും അച്ഛനെയും അമ്മയും നല്ല പൊന്നുപോലെ സംരക്ഷിക്കണം. അതിനുവേണ്ടി നല്ല എഫർട്ട് എടുക്കണം. പഠിക്കുന്ന കുട്ടികൾ പഠിക്കണം, ജോലിക്ക് പോകുന്നവർ ജോലി ചെയ്ത് എല്ലാം നോക്കണം. ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. എൻ്റെ അടുക്കളപ്പണി വിശേഷങ്ങളാണ്. ഞാൻ വീഡിയോ എടുത്ത് വലുതായിട്ടൊന്നും വെച്ചിട്ടില്ല. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം കൂട്ടുകാരെ. ആദ്യമേ ഞാൻ ഈ വിശേഷമൊക്കെ പറഞ്ഞു തീരട്ട് എന്നിട്ട്. അപ്പം ഇന്ന് എനിക്ക് പല കൂട്ടുകാരും ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് ഇട്ടത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എല്ലാവരും നല്ല ചിന്താഗതിയും നല്ല സ്നേഹവും നല്ല അച്ചടക്കവും ഒക്കെയുള്ള നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ വളർന്നു വരിക. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ഇന്ന് 1-ാം തീയതി കൂടെ ഇന്ന് മിഥുനം 1. അങ്ങനെ ഓണം അടുത്തതിങ്ങ് എത്താറായി. ഓരോ വർഷങ്ങളിങ്ങനെ പെട്ടെന്ന് കടന്നു പോവുകയാണ്. ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം ഗോവയിലൊക്കെ പോയായിരുന്നു, അടിച്ചു പൊളിച്ചായിരുന്നു. ബാഗാ ബീച്ചൊക്കെ എനിക്കിപ്പോഴും എൻ്റെ കൺമുന്നിലിരിക്കുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടണമെന്ന് എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട്. എന്ന് വിചാരിച്ച് ഞാൻ പോകുന്നതൊന്നുമില്ല. നമുക്ക് ഓർമ്മകളാണ്. ഓരോ ഓണവും ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് തരും. ഇനി ഇത് മിഥുനമായി, കർക്കിടകം, ചിങ്ങഞ്ഞി 1-2 മാസം കഴിയുമ്പോൾ ഓണമായി. എത്ര പെട്ടെന്നാണ് വർഷങ്ങളും മാസങ്ങളും എല്ലാം കടന്നു പോകുന്നത്. അപ്പോഴെല്ലാവരും മനസ്സിലാക്കണം, നമ്മളൊരു വർഷം ഒരു വയസ്സ് നമുക്ക് കൂടിയെന്ന്. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ
മൊമെൻറ്റും പ്രഷ്യസാണ്. ഈ വിലപ്പെട്ട നിമിഷങ്ങളെല്ലാവരും നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരും ജീവിക്കണം. എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ എല്ലായിടത്തും വെള്ളപ്പൊക്കവും മഴയുമായിട്ട് അങ്ങ് ദുരിതത്തിലാണ്. എന്തോ ഒരു മഴ, ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു, എന്തൊരു കാറ്റുമായിരുന്നു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ചില കൂട്ടുകാരുടെ വീട്ടിലൊക്കെ വെള്ളം കയറും. അതൊക്കെ ഭയങ്കര ദുരിതമാണ്, ഭയങ്കര വിഷമമാണ് ഇതൊക്കെ കാണുന്നത്. എല്ലാവരും ഉള്ള നാളുകൾ സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെയാണ്. ഇനി അടുത്ത ഓണം വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഓണത്തെ ഇങ്ങനെ കാത്തിരിക്കാം. ഇന്ന് സത്യത്തിൽ ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം രാവിലെ ഭയങ്കര തണുപ്പുമായിരുന്നു. അത് കാരണം അവധി ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എല്ലാവരും ചെയ്യുന്നതാണ്. സൺഡേ ഇച്ചിരി മടിയായിരുന്നു. ഇതൊക്കെയാണ്. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ തീരുന്നതിന് മുൻപ് ഞാൻ ഇന്നത്തെ എൻ്റെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് അത് കാണാം. ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള എൻ്റെ പണികളാണ്. ഇന്ന് വീട്ടിലെ കറി വയ്ക്കാനായിട്ടിരുന്ന് അരിയുന്ന സാധനം എന്താണെന്ന് എല്ലാ കൂട്ടുകാരും കണ്ടു കാണും. വീട്ടിൽ നിന്നാൽ ഇതൊക്കെയാണ് പണികൾ. ചക്കയൊക്കെ അടത്തി എല്ലാം അരിഞ്ഞ് പിറക്കി എടുക്കുകയാണ്. അരിഞ്ഞ് കുനുകുനെ അരിഞ്ഞ് എടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്. ഇന്നലെ ഇന്നും അവധിയായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് പിറക്കി പുളിശ്ശേരി ഉണ്ടാക്കി. ഇതാണ് പുളിശ്ശേരി, ഇന്നത്തെ എൻ്റെ കറികൾ. പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും ആ വീഡിയോ കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി. ചോറ് താണ്ട കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇതിനകത്തുനിന്ന് മാറ്റും. താണ്ട ചക്കയെല്ലാം അരിഞ്ഞ് താണ്ട കറി വെച്ചു. എല്ലാം അരപ്പെല്ലാം ഇട്ട് ഇളക്കി റെഡിയായിരിക്കുകയാണ്. ഇനി അത് ഉപയോഗിക്കാം. അടുത്ത കറി ഇത് കഴിഞ്ഞിട്ട് അടുത്ത കറി കാണാം. ഇതാണ് സോയാ ചങ്ക്സ്. മോൻ കുറച്ച് നാളായിട്ട് പറയുന്നു സോയാ ചങ്ക്സ് എന്ന്. അങ്ങനെയാണ് സോയാ ചങ്ക്സ് ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ അടുക്കള പാചകം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ചിലപ്പോൾ ഞാനൊരു ലൈവ് വരാം രാത്രിയിൽ. ഓക്കേ.